എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രൈയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് പപ്സ് ആണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ ബട്ട് ചെയ്യുകയും ചെയ്യണം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. മുട്ട പപ്സിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 3 മുട്ടയാണ്. ഇത് നമ്മൾ ഹാഫായി കട്ട് ചെയ്തെടുക്കും. അതിന് 2 വലിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 2 ചെറിയ പച്ചമുളക്, കുറച്ച് ഇഞ്ചി, അതായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 ചെറിയ വെളുത്തുള്ളിയുമാണ്. കുറച്ച് മല്ലിയിലയാണ്. അത് ഓപ്ഷനാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതെ ഇരിക്കാം. അടുത്തത് ചെറിയ ടീസ്പൂൺ, ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂണിൽ അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്, കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ നമുക്ക് കിട്ടുന്നതാണ്. പഫ് പേസ്ട്രി ഷീറ്റാണ്. ഇത് നമുക്ക് വാങ്ങിച്ച് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. നമുക്ക് ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് സെറ്റായിട്ട് കിട്ടും. ഞാൻ റെസിപ്പിയിലോട്ട് കടക്കുകയാണ്. അടുപ്പ് കത്തിച്ചു ഉള്ള സ്റ്റീൽ കടായി ഞാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൽ ഞാനൊരു 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്കായി ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇടുകയാണ്. ഉള്ളി ചുമന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയുടെ ആ കളറിൻ്റെ ഒന്ന് മാറി ഒരു ചുമന്ന കളറിലെത്തി. അതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്കായി ഞാൻ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് ഒന്നും കൂടെ വഴറ്റുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇതിനാവശ്യമായ മസാലപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം ചേർത്ത് മിക്സ് ചെയ്യണം. ഇതിൽ കുറച്ച് എണ്ണയുടെ കുറവുണ്ട്. ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ഞാനിതിൽ ചേർക്കുകയാണ്. നമ്മുടെ പപ്സിലേക്കുള്ള മസാലയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ശകലം ചൂട് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. കാരണം ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ഗ്രേവി കിട്ടാൻ വേണ്ടി ഞാനിതിൽ ഒത്തിരി ചൂട് വെള്ളം, തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിക്കുകയാണ്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ലാസ്റ്റിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില ചേർക്കുകയാണ്. അത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യണം. നമുക്ക് പപ്സ് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഒരു പപ്പ് പേസ്ട്രി ഷീറ്റ് ഇതിൽ വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് വയ്ക്കുന്നു. ഇത് നമ്മൾ ഫോൾഡ് ചെയ്യണം.
അടുത്തത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കത് ഫോൾഡ് ചെയ്യാം. നമുക്കിനി ബേക്കിംഗ് പേപ്പർ എയർ ഫ്രയറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്സ് നമ്മൾ ഇതിനെ അകത്ത് വെക്കുകയാണ്. ഇവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ബ്രഷിലെടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇതിൽ മുട്ട ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മൊരിഞ്ഞ് കിട്ടാനും നല്ലൊരു കളർ കിട്ടാനും കൂടെയാണ്. നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുത്തിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഞാൻ ഈ എയർ ഫ്രൈ സെറ്റ് ചെയ്യാൻ പോകുകയാണ്. നമുക്ക് ഇവിടെ വേണ്ടത് 180 ഡിഗ്രിയാണ്. അതിൽ നമുക്ക് ആവശ്യമായി വേണ്ടത് 15 മിനിറ്റാണ്. നമ്മുടെ പപ്സ് റെഡിയായി കാണാൻ നമുക്ക് തുറന്ന് നോക്കാം. പപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ കമൻസും വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോ പിടിക്കാനുള്ള ഉത്സാഹം ഉണ്ടാകുന്നത്. തീർച്ചയായും നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി. നമസ്കാരം. പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൊച്ചുമോൻ കെൽവിൻ ജോസഫിന് ഞാൻ